കളമശ്ശേരി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനി പി അമ്പിളി ആത്മഹത്യ ചെയ്തത് സഹപാഠികളുടെയും ഹോസ്റ്റൽ വാർഡന്റെയും മാനസിക പീഡനം മൂലമാണെന്ന് കുടുംബം. അമ്പിളി മനോരോഗിയാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമം നടക്കുന്നതായും കുടുംബം ആരോപിക്കുന്നു. കാസർഗോഡ് ഉദിനൂർ തടിയൻകോവിലെ പി അമ്പിളിയെ ഈ മാസം 5-നാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാത്രി 11 മണിയോടെ ഹോസ്റ്റലിലെ ഫാനിൽ തൂങ്ങിയ നിലയിൽ സഹപാഠി കണ്ടെത്തിയെന്നാണ് കുടുംബത്തിന് ലഭിച്ച വിവരം. എന്നാൽ പുലർച്ചെ 2:12 വരെ അമ്പിളിയുടെ ഫോൺ മറ്റാരോ ഉപയോഗിച്ചിരുന്നെന്ന് ബന്ധുക്കൾ പറയുന്നു. കുട്ടി 11 മണിക്ക് മരിച്ചു. പക്ഷേ 2:15 വരെ 2:12 വരെ ഈ മൊബൈൽ ലാസ്റ്റ് സീൻ കാണിക്കുന്നുണ്ട്. അപ്പം ആരാണിത് തുറന്നു നോക്കിയത് എന്നാണ് നമുക്കറിയേണ്ടത്. ഹോസ്റ്റൽ മുറിയിലെ സാധനങ്ങൾ അമ്പിളിയുടെ ബാഗിനകത്ത് ഒളിപ്പിച്ചു വയ്ക്കുകയും പിന്നീട് കാണാതായതായി പരാതി നൽകുകയും ചെയ്യുക, ഒറ്റപ്പെടുത്തി മാനസികമായി പീഡിപ്പിക്കുക, പഠനം തടസ്സപ്പെടുത്തുക തുടങ്ങിയവയാണ് സഹപാഠികൾക്കെതിരായ കുടുംബത്തിന്റെ ആരോപണം. കോളേജ് പ്രൊഫസർ കൂടിയായ ഹോസ്റ്റൽ വാർഡൻ സഹപാഠികളുടെ ക്രൂരതയ്ക്ക് കൂട്ടുനിന്നതായും കുടുംബം ആരോപിക്കുന്നു. അങ്ങനെ മനഃപൂർവ്വം ഇവിടെ അങ്ങനെ ഒരു കുട്ടിയാണെന്നുള്ള രീതിയിലൊക്കെ എത്തിച്ചതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഹോസ്റ്റൽ മേറ്റ്സിനെയും പിന്നെ ഈ വാർഡനെയും പിന്നെ ബാക്കി പ്രിൻസിപ്പാളും വളരെ മോശമായിട്ടാണ് അന്ന് ആ ബോഡി എടുക്കാൻ പോയപ്പോൾ പോലും റഫായിട്ടാണ് സംസാരിച്ചതെന്ന് പറഞ്ഞത് പോയവർ. അമ്പിളി മനോരോഗിയായിരുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടത്തുന്നത്. അമ്പിളിയുടെ മരണത്തിലെ ദുരൂഹത നീക്കാൻ സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് മാതാവ് പി ഗീത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. 24 കാസർഗോഡ്.